കാണൽ ചടങ്ങിന് ഒരുങ്ങി നിന്നതുപോലെയുണ്ടല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇവരിതെല്ലാം നേരത്തെ മനസ്സിലാക്കിയോ? നിങ്ങളാരും ഒരു അഭിപ്രായം പറഞ്ഞില്ല. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ഒരു പെൺകുട്ടി കൂടി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലേ സുലോചനെ? അതെ അതെ. ഞങ്ങളുടെ അഭിപ്രായത്തെക്കാളും പ്രധാനം അഞ്ജിതയുടെ അഭിപ്രായമാണ്. അവള് പറയട്ടെ. അഞ്ജിത, നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ എൻ്റെ അഭിപ്രായം. അതുപോലെ ചെയ്യാം. അഭിഷേകും അഞ്ജിതയും തമ്മിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവര് തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഇവര് നന്നായി ഒന്ന് പരിചയപ്പെട്ടല്ലേ? അഭി, ചെല്ല്. നിനക്ക് ചോദിക്കാനും പറയാനുള്ളതൊക്കെ നേരിട്ടങ്ങ് ചോദിക്കും. ചെല്ലടാ. ചെല്ലടി. അഞ്ജിത, അന്ന് ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കണ്ടു പിരിയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് നമ്മൾ കാണുമെന്ന്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്കിടയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വെറുതെ പോലും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കാണുമ്പോഴാണല്ലോ നമ്മൾ ബന്ധുക്കളാണെന്ന് പോലും അറിയുന്നത്. പക്ഷെ ഒരു സത്യം തുറന്നു പറയാതിരിക്കുന്നത് മര്യാദയല്ല. അത് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. സോറി, അതിന് വേറെ അർത്ഥമൊന്നും കണ്ടേക്കരുത് കേട്ടോ. ഇഷ്ടമെന്ന് വെച്ചാ വെറുതെ ഒരു ഇഷ്ടം. അതിപ്പോ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക? നമുക്ക് ഈ പൂവിനോടും പൂമ്പാറ്റിയോടും ഓമനത്തുള്ള കുഞ്ഞു വാവലോടൊക്കെ തോന്നുന്നൊരു ഇഷ്ടമില്ലേ? അതുപോലെ ഇഷ്ടം. അത് കൊള്ളാലോ. അപ്പൊ അന്നേ എന്നെ ഇഷ്ടമായിരുന്നു അല്ലേ? ഒച്ച കള്ള്. അഞ്ജിത എന്താ ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടില്ലെന്നുണ്ടോ? ഏയ്, പറഞ്ഞു. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷമാ മറ്റു വിവരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഋഷിയേട്ടൻ ഗോപികയെ വിവാഹം കഴിച്ചത് അവർ തമ്മിലുണ്ടായിരുന്ന ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഋഷിയേട്ടനെ കുറ്റപ്പെടുത്താനും ആവില്ല. എങ്കിലും അഞ്ജിതയുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് അഞ്ജിതയോട് വല്ലാത്ത സഹതാപം തോന്നി. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ. ഒരു പക്ഷേ അഞ്ജിത ആ ഷോക്കിൽ നിന്ന് കരകയറുന്നതിന് മുൻപായിരിക്കും എന്റെ പ്രപ്പോസൽ വരുന്നതല്ലേ? തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താൻ ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുകയാണോ അതോ തനിക്കിന് ശരിക്കും ഇഷ്ടമായോ? പറയടോ, തനിക്കിന് ശരിക്കും ഇഷ്ടമായോ? എനിക്കിഷ്ടമാണ്. എങ്കിലും എല്ലാം വീട്ടുകാർ തീരുമാനിക്കുന്നത് പോലെ മതി, അത് മതി.
എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലേ ജാതകദോഷം മാറി ഋഷിയും ഗോപികയും സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരൂ. നമുക്ക് നടത്താം. നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് നടത്താം. ഗോപിക്ക് എന്തെങ്കിലും ജാതകദോഷമുണ്ടെങ്കിൽ അത് ഈ കല്യാണത്തോടെ മാറട്ടെ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ വർത്തനൊക്കെ കഴിഞ്ഞോ? സംസാരിച്ചിട്ട് എന്ത് തോന്നി? നിനക്ക് പെൺകുട്ടി ഇഷ്ടായോ? വാ തുറന്ന് പറയടാ. ഇഷ്ടമായി. അഞ്ജിതയ്ക്കോ? അഞ്ജിതയ്ക്ക് അഭിഷേകിനെ ഇഷ്ടായോ? പെണ്ണിനും ചെക്കനും ഇഷ്ടായ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് മുഹൂർത്തം നോക്കി നമുക്ക് നാള് കുറിച്ചൂടെ? നാളും മുഹൂർത്തമൊക്കെ കുറിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് സമ്മതമാണെങ്കിൽ മാത്രമേ അഞ്ജിതയും അഭിഷേകം തമ്മിലുള്ള വിവാഹം നടക്കൂ. എന്താ ഡിമാൻഡ്? മുത്തശ്ശി പറഞ്ഞോളൂ. അഭിഷേകിന്റെ വിവാഹത്തിനൊപ്പം തന്നെ മഹാദേവന്റെയും ജാനകിയുടെയും മൂത്ത മകനായ സിദ്ധാർത്ഥന്റെ വിവാഹം കൂടി നടത്തണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവനു വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ദേവികയാണ്. ദേവിക ആ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചാൽ മാത്രമേ അഞ്ജിതയും അഭിഷേകുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അത് മുത്തശ്ശി, ഇതിപ്പോ കടുവയെ പിടിച്ച കിടുവയെ പോലെ ആയല്ലോ. ദേവികയുടെ അഭിപ്രായം എന്താ? അത് പറയേ. ഈ സിദ്ധാർത്ഥിനെ ഞങ്ങള് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കല്യാണത്തിന് അവനുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഋഷി ഗോപിയെ താലികെട്ടാൻ നേരത്ത് ഗോപിയെ... ക്ഷമിക്കണം, ഈ ബന്ധം നടക്കില്ല. ദേവികയും നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥം തമ്മിലുള്ള വിവാഹം നടക്കില്ല. എന്താ കാരണം? ദേവികയ്ക്ക് മറ്റൊരു വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അവർക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. കണ്ടില്ലേ, ഈ വള ആ ചെക്കൻ്റെ അമ്മ അണിയിച്ചത്. വളയിടൽ ചടങ്ങ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് മാറ്റി ചിന്തിക്കാനാവില്ല. പോരാത്തതിന് അവർ ഞങ്ങൾക്ക് പരിചയമുള്ളൊരു നല്ല കുടുംബവുമാണ്.
പയ്യന് മോശക്കാരനല്ല. നല്ല സ്വഭാവ ഗുണവും മര്യാദയുള്ളവനാണ്. ആനന്ദനും ദേവിയും തമ്മിൽ കാണുകയും അവർ തമ്മിൽ പരസ്പരം ഇഷ്ടമാവുകയും ചെയ്തു. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് സിദ്ധാർത്ഥന്റെ ആലോചന ഒഴിവാക്കുകയല്ലേ ഞങ്ങൾക്ക് നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ അലോഹയൊന്നും തോന്നരുത്. ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഈയൊരു കാരണം കൊണ്ട് എന്റെ മോളുടെ വിവാഹം മുടങ്ങിപ്പോവോ? അല്ല, ഈ ഗോപികയുടെ ജാതകദോഷം മാറുന്നതാണല്ലോ പ്രധാനം. ആ ദോഷം മാറാനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച പോരെ? അഞ്ജിതയെ അഭിഷേക് വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. അപ്പൊ പിന്നെ നമുക്ക് അഞ്ജിതയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയാലോ? സിദ്ധാർത്ഥന് ഏതായാലും ദേവികയേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടില്ല. ഇപ്പോൾ അയഞ്ഞുകൊടുത്ത എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റും. അത് പാടില്ല. അമ്മേ, സുലോചന ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളുടെ ഡിമാൻഡിന് ഒരു മാറ്റവും ഇല്ല. 2 വിവാഹങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ അഞ്ജിതയും അഭിഷേകമായിട്ടുള്ള വിവാഹം നടക്കില്ല. വാക്കുറപ്പിച്ച എത്രയോ കല്യാണങ്ങൾ മാറ്റി നടത്തപ്പെടുന്നു. ദേ, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എന്ത് വേണോന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ദേവിക ഒന്ന് ചിന്തിക്കൂ. അഞ്ജിതയുടെയും ഗോപികയുടെയും ഭാവി ഇപ്പോ ദേവികയുടെ കൈകളിലാണ്. അതുകൊണ്ട് ദേവികയുടെ മറുപടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോർത്താൽ ആലോചിച്ചിട്ട് പറയാം. എന്നാ പിന്നെ നമുക്കിറങ്ങാം. എന്നാ ഇറങ്ങട്ടെ. ആ, എന്താ ഒന്നും മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയേ. അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അഞ്ജിതയും അഭിഷേകം തമ്മിലുള്ള വിവാഹം നടത്തണമെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇവളും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന്. അത് ഞങ്ങളും കേട്ടതല്ലേ സുലോചനെ? എങ്കിൽ പിന്നെ തീരുമാനം പറയാൻ ഇത്ര താമസം എന്താ? അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നതാണോ? അല്ലേ, സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തിയാൽ എന്താ കുഴപ്പം?
ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്കും കൂടി അറിയാവുന്നല്ലേ, പിന്നെ എങ്ങനെ ഒരു ചോദ്യം? അച്ഛൻ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദേവികയും സിദ്ധാർത്ഥനും തമ്മിലുള്ള വിവാഹം നടത്താൻ താല്പര്യമില്ലെന്ന്, അതല്ലേ? ശ്ശോ, ഇത് കുറെ കഷ്ടാ. മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റം നിങ്ങളൊക്കെ കൂടി കാണിക്കുന്നേ. എത്ര തവണയായി നിങ്ങൾ എന്റെ മോളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? അവക്കൊരു നല്ല ജീവിതം വരുമ്പോഴെല്ലാം ചേച്ചിയും അനിയത്തെയും വിലങ്ങ് തടിയായിട്ട് നിൽക്കുക. ആദ്യം അനിയത്തി കാരണം ഇവളുടെ വിവാഹം മുടങ്ങി. ഇപ്പൊ ചേച്ചി കാരണം ഈ ആലോചനയും മുടങ്ങുന്ന ലക്ഷണം. എന്റെ പൊന്നു ദേവിക, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീയായിട്ട് എന്റെ മോക്ക് വന്ന ഈ ആലോചന നഷ്ടപ്പെടുത്തരുത്. നിനക്കറിയാലോ, അഞ്ജിതയ്ക്ക് കിട്ടാവുന്ന ഒരു നല്ല ആലോചനയായി ഇത്. ദേവിയത് നീ ആ സിദ്ധാർത്ഥനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിച്ചേ തീരൂ. ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്നൊരു വ്യക്തതയും എനിക്കില്ല. എങ്കിൽ അച്ഛനൊരു തീരുമാനം പറയാ. എനിക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ വയ്യ. സുലോചനെ, ദേവികയുമായിട്ടുള്ള വിവാഹം നടത്താവുന്ന ആ ആനന്ദന്റെ വീട്ടുകാർക്ക് നമ്മൾ വാക്ക് കൊടുത്തല്ലേ. ഇനിയിപ്പോ പുതിയ ബന്ധം വരുമ്പോ ആ വാക്ക് മാറ്റുന്ന എങ്ങനെ? അത് അന്തസ്സില്ലായ്മയില്ലേ? അപ്പൊ എന്റെ മോളുടെ വിവാഹം നടക്കണ്ടെന്നാണ് നിങ്ങളുടെയൊക്കെ തീരുമാനം അല്ലേ? ഞങ്ങൾ ആശുപത്രി പോകാൻ അറിയുന്ന അപ്പോഴാ അവര് കയറി വന്നേ. ഞങ്ങൾ ആശുപത്രി പോയി പിള്ളേരെ ഒന്ന് കണ്ടോട്ടെ, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അച്ഛാ, നീ വാ, നടക്ക്. ഋഷിയെ നഷ്ടപ്പെട്ടെങ്കിലും അഭിഷേകിന്റെ ബന്ധം വന്നപ്പോ ഞാൻ ഏറെ സന്തോഷപ്പെട്ടതായിരുന്നു. അതിപ്പോ നാശം പിടിച്ചവള് കാരണം ഇല്ലാതാവുന്ന തോന്നുന്നു. എടി, അഭിഷേകിന്റെ ആലോചന വെറുതെ വന്നതൊന്നുമല്ല, എന്റെ തലയിൽ ഉദിച്ച ബുദ്ധി കൊണ്ടുവന്നതാ. എന്നിട്ടിപ്പോ എന്തായി? ബുദ്ധി പ്രയോഗിക്കുമ്പോഴേ ഈ ദേവിക എന്ന മാരണത്തെ കൂടെ ഒഴിവാക്കാനുള്ള ബുദ്ധി പ്രയോഗിക്കാൻ പാടില്ലായിരുന്നോ? ഞാൻ അറിഞ്ഞോ ആ കിളവി ഇങ്ങനൊരു വള്ളിക്കെട്ടുമായി വരുമെന്ന്? ഇതിപ്പോ ഒരു അപാര കുരുക്കായി പോയല്ലോ അമ്മ. അതാലോചിച്ച് നീ തളരൊന്നും വേണ്ട. ഈ കുരുക്ക് ഞാൻ ഊരിയെടുക്കും. ഊരിയെടുത്തേ പറ്റൂ. പൊന്നാരൻ തോട്ടത്തിലെ കോടീശ്വരി ആവണമെന്ന് ഞാൻ ഒത്തിരി സ്വപ്നം കണ്ടതാ അമ്മ. അതെനിക്ക് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം. ആ സ്വപ്നം അമ്മ സാധിച്ചു തരും. നീ അവിടുത്തെ കോടീശ്വരി ആയാലേ അതിന്റെ ഗമയോ അഹങ്കാരവും എനിക്കും ഉണ്ടാവണ്ടേ? നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പൊ തുറുപ്പേ ആ ദേവികേച്ചയുടെ കയ്യില. അവള് സിദ്ധാർത്ഥനായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം തകർന്ന് തരിപ്പണമാവും. അഭിഷേകിന്റെ കല്യാണം അവന്റെ വീട്ടുകാര് വേറെ ഏതെങ്കിലും പെണ്ണുമായിട്ട് നടത്തിയ പിന്നെ തലകുത്തി നിന്നാലും എനിക്ക് ആ വീട്ടിലെ മരുമകളാവാൻ പറ്റില്ല. അതമ്മയ്ക്ക് ഓർമ്മ വേണം. ഇനി അതൊക്കെ ഞാൻ ചിന്തിച്ചതാ. അതുമല്ല, ഈ അച്ഛൻ ഇപ്പൊ ഇത്ര തിടുക്കപ്പെട്ട് ദേവികയ്ക്ക് സംബന്ധം അന്വേഷിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അവക്ക് ആനന്ദിന്റെ ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ സിദ്ധാർത്ഥന്റെ ആലോചന ഈസിയായി ഉറപ്പിക്കായിരുന്നു. ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് അഭിഷേകിന്റെ ഭാര്യ ആവണം. പൊന്നാരത്തോട്ടത്തെ മരുമകളാവണം. ആ ഗോപികയുടെ മുന്നിലൂടെ എനിക്ക് അവിടെ ഒരു റാണിയെ പോലെ വാഴണം. അതെന്റെ വാശിയാ. ദേവിക വരട്ടെ. അവളെ കൊണ്ട് ഏത് വിധേനയും സിദ്ധാർത്ഥനുമായുള്ള വിവാഹത്തിന് സമ്മതിപ്പിക്കണം.